കോൺ ഐസ്ക്രീം എന്ന ആശയം ജനിച്ച കഥ അറിയാമോ? 1904 മിസൂറിയിലെ സെന്റ് ലൂയിസിലെ ഒരു വേനൽ മേളയിൽ കഠിനമേറിയ ചൂടിൽ എല്ലാവരും ശരീരമൊന്ന് തണുപ്പിക്കുവാൻ ഓടി നടക്കുന്നു. അർണോൾഡ് എന്ന ഒരു ഐസ്ക്രീം കടക്കാരന്റെ ചുറ്റും അന്ന് നല്ല തിരക്കായിരുന്നു. പതിവിലും കൂടുതൽ ആളുകൾ വന്നതിനാൽ ഐസ്ക്രീം വിതരണം ചെയ്ത ചെറിയ പേപ്പർ കപ്പുകൾ അർണോൾഡിന്റെ കൈവശം തീർന്നുപോയി. അതേസമയം ഏണസ്റ്റ് എന്ന പേരുള്ള വേറൊരു കടക്കാരൻ മുരിച്ചെടുത്ത വളരെ കനം കുറഞ്ഞ ഒരു പേർഷ്യൻ ബേക്കറി പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നാൽ ഏണസ്റ്റിന്റെ ബേക്കറി പലഹാരം വാങ്ങുവാൻ അന്ന് ആള് തീരെ കുറവാണ്. ഐസ്ക്രീം വിതരണം ചെയ്യുവാൻ കപ്പുകളില്ലാതെ ഭാരപ്പെടുന്ന അർണോൾഡിനോട് ഏണസ്റ്റ് ഒരു ആശയം അവതരിപ്പിച്ചു. താൻ ഉണ്ടാക്കുന്ന ഈ നേർത്ത പലഹാരത്തിൽ പൊതിഞ്ഞ് ഈ ഐസ്ക്രീം വിതരണം ചെയ്യാം. ഒരു കോണിന്റെ ആകൃതിയിൽ ഏണസ്റ്റ് തന്റെ ബേക്കറി പലഹാരം ഉണ്ടാക്കി അതിൽ അർണോൾഡിന്റെ ഐസ്ക്രീം ഇട്ട് വിതരണം ആരംഭിച്ചു. കപ്പുകൾ ഇല്ലാതിരുന്ന അർണോൾഡിന്റെ ഐസ്ക്രീമും ആരും വാങ്ങിക്കാതിരുന്ന ഏണസ്റ്റിന്റെ ബേക്കറി പലഹാരവും ജനങ്ങൾ ഏറ്റെടുത്തു. അന്ന് സെന്റ് ലൂയിസിലെ വേനൽ മേളയിലാണ് കോൺ ഐസ്ക്രീം എന്ന ആശയം ഉടലെടുത്തത്. 2 പേര് ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയാണ് കുറവുകൾ പരിഹരിക്കപ്പെടുന്നത്. പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ മനസ്സുള്ള മറ്റൊരാളെ കാണുമ്പോൾ 2 പേരുടെ അവസ്ഥകളും മെച്ചപ്പെടും. എന്നാൽ ഈ ലോകത്തിൽ നടക്കുന്നത് ചതിവുകളാണ്. ഒരാളുടെ ഭാവിയെ നശിപ്പിക്കുന്ന വഞ്ചനകൾ നടത്തുന്നു. സഹായിക്കുവാനെന്ന വ്യാജേന കൂടെ കൂടി വരുന്നവർ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ലോകമാണിത്. ലോകത്തിൽ നമ്മെ ഒന്ന് ഉയർത്തുവാൻ ആർക്ക് കഴിയും? നമ്മെ ഒരു വാക്കിലൂടെ, ഒരു ചെറിയ ഉറപ്പിലൂടെ, ഒരു സാന്നിധ്യത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആരുണ്ട്? നാം ആശ്രയിച്ച പലരും നമ്മെ പരാജയപ്പെടുത്തിയിട്ടില്ലേ? നമ്മുടെ വീഴ്ചയിൽ നമ്മെ ഉപേക്ഷിച്ചു പോയ എത്ര മനുഷ്യർ! അവരൊക്കെ നമ്മെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലായില്ലേ? നമുക്ക് വിശ്വസിക്കാവുന്ന ആ പങ്കാളി നമ്മുടെ കർത്താവ് മാത്രമാണ്. ആരെല്ലാം പോയാലും നമ്മുടെ തകർച്ചയുടെ അവസ്ഥകളിൽ തൻ്റെ ഉള്ളം കയ്യിൽ താങ്ങി നമ്മെ ഉയർത്തുന്ന ഏക സാന്നിധ്യം കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം മാത്രമാണ് നമ്മെ അസൂയപ്പെടാതെ ഉയർത്തുന്ന സാന്നിധ്യം. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ദൈവം കൂടെ നിൽക്കും. ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലും ദൈവം ചേർത്ത് നിർത്തും. പോകുവാൻ തിടുക്കം കൂട്ടുന്ന, ആഗ്രഹിക്കുന്ന എല്ലാവരും പോകുവാൻ നാം അനുവദിക്കണം. എങ്കിൽ മാത്രമേ നാം ശക്തരാകൂ. അന്നേരം മാത്രമേ ദൈവ സാന്നിധ്യം എത്ര യാഥാർത്ഥ്യമാണെന്ന് നാം മനസ്സിലാകൂ. നീ ഒറ്റയ്ക്ക് ഒരു പരാജയമാണ്. എന്നാൽ നീ കർത്താവിനൊപ്പം പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നീ ഒരു അത്ഭുതമായി തീരും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം.